إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. رب اشرح لي صدري ويسر لي أمري واحلل ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ജീവിതം,
ഈ ഇഹലോകത്തെ ദുനിയാവിലെ ജീവിതം എന്നത് ഇവിടെയല്ല ആത്യന്തികമായ വിജയമുള്ളത്. അത് തീർത്തും നൈമിഷികവും നശ്വരവുമാണ്. എന്നാൽ മരണാനന്തര ജീവിതം, പാരത്രിക ജീവിതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്, അവിടെയാണ് യഥാർത്ഥ വിജയം എന്നുള്ളത്. എന്നാൽ ആ പാരത്രിക ലോകത്തെ വിജയം മനുഷ്യന് സാധ്യമാവണമെങ്കിൽ ഇവിടെ നൈമിഷികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വളരെ പരിമിതമായ സമയം അത് ഏറ്റവും സമ്പന്നമാക്കാൻ, സൽപ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും അത് തന്നെയാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള, പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൗതിക ജീവിതം, ഈ ദുനിയാവിലെ ജീവിതം എന്നത്. പ്രയാസമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് കയറിയിരുന്നാൽ ഒന്നുകൂടി നന്നാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് പരലോകത്തെ പാരത്രികമായ വിജയം അത് നേടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനാണ് ഈ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഈ നൈമിഷികവും നശ്വരവുമായ ദുനിയാവിനെ, അവിടെ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് പിന്നാലെയാണ് പലപ്പോഴും മനുഷ്യൻ പോകുന്നത്. ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക്, അതിന്റെ സുഖലോലുപതകളിൽ മുന്നോട്ട് പോയി മനുഷ്യൻ യഥാർത്ഥ ജീവിതത്തെയും യഥാർത്ഥ വിജയത്തിന് കാരണമാകുന്ന സൽക്കർമ്മങ്ങളെയും മനുഷ്യൻ മറന്നുപോവുകയാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കിയേ, നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിൽ എത്ര തന്നെ അതിശക്തമായി ഓടിയാലും അവസാനം ബാക്കിയാകുന്നത് എന്താണ്? അല്ലെ, ഈ ലോകത്ത് വലിയ സമ്പന്നരുടെ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കിയേ. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നർ ആരാണ്? ആ സമ്പന്നരായ ആളുകൾ ഈ ലോകത്തു നിന്ന് വിട പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും വലിയ സുഖാഡംബരങ്ങളിൽ ജീവിച്ചവർ എന്താണ് മരണപ്പെടുമ്പോൾ അവർ കൊണ്ടുപോകുന്നത്? ആറടി മണ്ണിൽ ഏറ്റവും കുടിലിൽ ജീവിച്ചവനും സമ്പന്നനായി ദുനിയാവിൽ ജീവിച്ചവനും അതിലേറ്റവും സുഖാഡംബരങ്ങളിൽ മതിമറന്ന് ജീവിച്ചവനും എല്ലാം മരിക്കുമ്പോൾ അവൻ കൊണ്ടുപോകുന്നത് എന്താണ് പ്രിയമുള്ളവരെ? അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പരിമിതമായ ഒരു കാലഘട്ടം, അല്ലെ, നമ്മൾ വാങ്ങിക്കൂട്ടിയ സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ വെട്ടിപ്പിടിച്ച നമ്മുടെ സമ്പത്തും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുമെല്ലാം മരണപ്പെട്ടാൽ, മരണപ്പെടുന്നതോടുകൂടെ എല്ലാം എന്ത് ചെയ്യാണ്? അതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവ് എന്നത്, ഈ ഭൗതിക ജീവിതം എന്നത്, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ ഒരിക്കലും വഞ്ചിച്ചു കളയരുത് എന്നുള്ളതാണ്. അതിൽ പെരുപ്പം കാണിച്ചു നടക്കാനുള്ളതല്ല. വിശുദ്ധ ഖുർആൻ ചെറിയൊരു സൂറത്തിൽ, സൂറത്തു തകാസുറിൽ നമ്മളെ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് അൽഹാകുമുത് തകാസുർ. തകാസുർ എന്ന് പറഞ്ഞാൽ പരസ്പരം പെരുമ നടിക്കൽ. മക്കളുടെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ, അയാളുടെ കച്ചവടത്തിന്റെ വിഷയത്തിൽ, പല കാര്യങ്ങളിലും അയാൾക്ക് കിട്ടിയ ദുനിയാവിന്റെ നേട്ടങ്ങളുടെ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ പറയാണ് അൽഹാകുമുത് തകാസുർ. മനുഷ്യനെ പരസ്പരം പെരുമ നടിക്കുക എന്നത് അവനെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണ്? ആ പെരുമ നടിക്കൽ ഏതുവരെയാണ് ഉണ്ടാവുകയുള്ളൂ? ഹത്താ സുർത്തുമുൽ മഖാബിർ, അവൻ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കുമേ അതുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ മരണം വരെ മാത്രമേ ആ പെരുപ്പം കാണിക്കലും ആ വമ്പ് പറയലുമൊക്കെ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവുകൾ വേർപിരിയുന്നതോടെ അത് അവസാനിക്കുന്നതാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താണ്? കല്ലാ സൗഫ തഅലമൂൻ, എന്നാൽ മനുഷ്യൻ തീർച്ചയായും അവൻ വഴിയെ അറിയും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നീട് നിസ്സംശയം, ഒരു സംശയവും വേണ്ട, മനുഷ്യനെല്ലാം ബോധ്യപ്പെടുകയും അറിയുകയും ചെയ്യും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, അവൻ ഉറപ്പായും അവൻ അറിയുക തന്നെ ചെയ്യും. അവൻ കൃത്യമായ അറിവ് അവന് ലഭിക്കും. ലതറവുന്നൽ ജഹീം, എന്നിട്ട് ഖുർആൻ പറയാണ് അവൻ തിന്മകളിലൂടെ മുന്നോട്ട് പോയവർ, പരലോകത്തെ മറന്നു ദുനിയാവിൽ ജീവിച്ചവർ, ലതറവുന്നൽ ജഹീം, അവർ ജഹീം എന്ന നരകത്തെ അവർ കാണുക തന്നെ ചെയ്യും. എങ്ങനെ കാണും? സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, അവന്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ടവൻ അതിനെ കാണുക തന്നെ ചെയ്യും. എന്നിട്ട് ഖുർആൻ പറയാണ് സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, പിന്നീട് അവൻ അനുഭവിച്ച അനുഗ്രഹങ്ങളെ പറ്റി അന്നേ ദിവസം അവനോട് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഇവിടുത്തെ 50 കൊല്ലം, 60 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം, 20 കൊല്ലം, 15 കൊല്ലം ഒക്കെ അവിടെ വിചാരണ ചെയ്യപ്പെടുന്ന, പരിശോധന നടത്തുന്ന, അവിടെ ഓരോന്നിനെ പറ്റിയും അനുഗ്രഹത്തെ പറ്റി കൃത്യമായ ചോദ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മനുഷ്യൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മാലി മാലി,
അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ സമ്പത്ത് എന്നവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, വഹല്ലക യാ ഇബ്ന ആദം മിൻ മാലിക്, ഓ ആദമിന്റെ മകനെ നീ എന്താണ് കൊണ്ടുപോകുന്നത്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇല്ലാമ അക്കൽത ഫഅഫ്നൈത, നീ തിന്നു തീർത്തതല്ലാതെ, അതേപോലെ തന്നെ നീ ഉടുത്തു തീർത്തതല്ലാതെ, ഔ തസദ്ദഖ്ത, അതേപോലെ നീ ദാനം ചെയ്തു തീർത്തതല്ലാതെ നിന്റെ പേരിൽ എന്താണുള്ളത്? ദാനം ചെയ്തതു മാത്രമാണ് നാളെ പരലോകത്ത് ബാക്കിയാകുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണം അത് പിന്നെ കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ഉടുത്ത് പഴകിപ്പോയ വസ്ത്രങ്ങൾ, എന്നാൽ ബാക്കിയാകുന്നത് സ്വതക്കയാണ്. അതല്ലാത്തതെല്ലാം നീ ഇവിടെ മരണത്തോടെ വിട്ടേക്കുന്നതെല്ലാം അത് അനന്തരാവകാശികളായ ആളുകൾ കൊണ്ടുപോകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് എന്നത് വളരെ വളരെ നൈമിഷികവും നശ്വരവുമാണ്. അതിൽ മറന്നു ജീവിച്ച് പരലോകത്തെ മറന്ന് അതിന്റെ സുഖലോലുപതയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ആത്യന്തികമായ പരലോകത്തെ വിജയമാണ്, സ്വർഗമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇതിന്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ മനോഹരമായി ഹദീസുകളിൽ നമുക്ക് പറഞ്ഞു തന്നു. അതേപോലെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ ഈ നമ്മൾ ജീവിക്കുന്ന ഐഹിക ജീവിതത്തിന്റെ ഉപമ വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നെ നമുക്ക് കാണാം. ഒന്ന് സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്താണ്. 20-ാമത്തെ ആയത്തിൽ മനോഹരമായി മനുഷ്യന്റെ ഈ ഭൗതിക ജീവിതത്തിന്റെ ഒരു ഉപമയെ അള്ളാഹു വിവരിക്കുകയാണ്. എന്താണ് ആ ഉപമ? യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ, മനുഷ്യ നീ അറിയണം, മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം എന്നത് ലഇബുൻ വലഹുവുൻ വസീന, അത് കളിയും തമാശയും അലങ്കാരവും മാത്രമാണ്. വതഫാഖുറും ബൈനകും, നിങ്ങൾക്കിടയിൽ പരസ്പരം ഫഖ്ർ നടിക്കലാണ്, അഹങ്കാരം നടിക്കലും മാത്രമാണ്. വതകാസുറുൻ, പെരുമ നടിക്കലാണ്. ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ. എന്നിട്ട് അള്ളാഹു അതിനെ ഉപമിക്കുകയാണ്. ഈ ദുനിയാവിലെ മക്കളുടെയും സമ്പത്തിന്റെയും ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഫഖ്ർ നടിക്കാണ്, അഹങ്കാരവും കിബറും പെരുപ്പവും നിങ്ങൾ കാണിക്കാണ്. എന്നാൽ ഈ ദുനിയാവിന്റെ ഉപമ നിങ്ങൾ അറിയണം. കമസലി ഗൈസിൻ അഅജബൽ കുഫാർ, തകർത്തു പെയ്യുന്ന ഒരു മഴ പോലെയാണ് ഈ കാര്യം. അഅജബൽ കുഫാർ, കർഷകനെ അത് ആശ്ചര്യപ്പെടുത്തി, അത്ഭുതപ്പെടുത്തി. എന്താണ് അത്ഭുതപ്പെടുത്തിയത്? നബാതുഹു, ആ മഴയിലൂടെ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തിയ സസ്യങ്ങൾ, ചെടികൾ, ആ കൃഷികൾ ആ കർഷകനെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്നിട്ട് അതിന്റെ ആ പച്ചപ്പ് കണ്ട് കർഷകൻ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുകയാണ്, അതിൽ സന്തോഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, ആ കൃഷിക്ക് എന്താണ് സംഭവിക്കുന്നത്? സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, പിന്നീട് അത് ഉണക്കം ബാധിക്കുന്നത് നിനക്ക് കാണാം. ഫതറാഹു മുസ്ഫറ, അത് മഞ്ഞ നിറമുള്ളതായി, അതിന്റെ ഇളകൾ കൊഴിഞ്ഞുപോയി, അത് ഉണങ്ങിപ്പോകുന്നത് നിനക്ക് കാണാം. സുമ്മ യകൂനു ഹുതാമ, പിന്നീട് അത് തുരുമ്പായി പോകുന്നു, പാഴായി പോകുന്നു. ഖുർആൻ ഉപമ പറയാണ്, ഇതുപോലെയാണ് ദുനിയാവ്. നമുക്ക് ആദ്യം ഒരു പളവളപ്പും അതിന്റെ ഒരു സുഗാഡംബരങ്ങൾ നമുക്ക് നേടുമ്പോഴും അതൊരു വലിയ സംഗതിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതെല്ലാം ഒരു ദിനം നഷ്ടപ്പെടാനുള്ളതാണ്. കർഷകൻ ആദ്യ സമയത്ത് ആ കൃഷി കണ്ട് അത്ഭുതപ്പെട്ടതുപോലെ ഇതെല്ലാം മഞ്ഞ നിറം വന്ന് ഉണക്കം ബാധിച്ച് നമ്മളിൽ നിന്ന് തീർന്നു പോകുന്നതാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, എന്നാൽ പരലോകത്ത് ദുർവൃത്തന്മാർക്ക്, തിന്മകൾ ചെയ്ത് പരലോകത്തെ മറന്ന് ജീവിച്ചവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. എന്നാൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചവർക്കോ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ മഗ്ഫിറത്തുണ്ട്, പാപമോചനമുണ്ട്. വറിളുവാൻ, അള്ളാഹിന്റെ പ്രീതിയുമുണ്ട്. എന്നിട്ട് ഖുർആൻ ഈ ആയത്തിന്റെ ഹദീദിലെ 20-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹ് പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഈ ദുനിയാവിലെ ജീവിതം എന്നത് ഇല്ലാ മതാഉൽ ഖുറൂർ, നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ഈ ദുനിയാവ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈ ദുനിയാവിനെ വളരെ ക്രിയാത്മകമായി, ഫലപ്രദമായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ വെച്ചു തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പരലോക വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഖുർആൻ പറഞ്ഞെന്താ? യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, നാളെ പരലോകത്ത് നിങ്ങളുടെ മക്കളോ സമ്പാദ്യങ്ങളോ നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അവിടെ കുറ്റമറ്റ ഹൃദയവുമായി ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർക്കല്ലാതെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ദുനിയാവിന്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയെത്ര
പിന്നെ ആയത്തുകളിലാണ്, ഹദീസുകളിലാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു വഅദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖിയാമത്ത് എന്ന വഅദ് സംഭവിപ്പിക്കും, പരലോകം എന്ന വാഗ്ദാനം അത് നിറവേറ്റും. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് സൂറത്തു ഫാത്തിറിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം അത് യാഥാർത്ഥ്യമാകുന്നത് തന്നെയാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, എന്നാൽ ഐഹിക ജീവിതം എന്നത് നിങ്ങളെ വഞ്ചിക്കാതിരുന്നു കൊള്ളട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, അള്ളാഹുവിനെ സംബന്ധിച്ച് ആ മഹാവഞ്ചകനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ശൈത്താനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മളെ വഞ്ചിച്ചു കളയുന്ന പിശാചിന് ഇടകൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകണം. മരണത്തെ ഓർമ്മപ്പെടുത്തിയപ്പോഴും ഖുർആൻ അവിടെ പറഞ്ഞ എന്താണ്? പരലോകത്ത് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും, എല്ലാവർക്കും പൂർണ്ണ പ്രതിഫലം. അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം ലഭിച്ചവനാണ് യഥാർത്ഥ വിജയി എന്ന് ഖുർആൻ പറഞ്ഞപ്പോ ഖുർആൻ അവിടെയും അവസാനിപ്പിച്ചത് എങ്ങനെയാ? വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം എന്നത് നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എത്രയെത്ര ഉപമകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമ്മളെ പഠിപ്പിച്ചത്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതാണ്. പ്രവാചകന്റെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു ഹദീസുകളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ജീവിച്ചത്? ഒരിക്കൽ സഹാബികൾ പ്രവാചകന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ഉച്ച സമയത്താണ്. സഹാബികൾ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസീരിൻ, പ്രവാചകൻ ഒരു ഈന്തപ്പന പട്ടയുടെ പായയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അതായത് നിലത്ത് തറയിൽ ഒരു ഈന്തപ്പന പട്ട കൊണ്ട് മെടഞ്ഞ പായ വിരിച്ച് പ്രവാചകൻ അതിൽ കിടക്കുകയാണ്. അങ്ങനെ ഇവർ വന്നപ്പോ ഫഖാമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റ പ്രവാചകന് വസ്ത്രം പിന്നെ കുപ്പായം ധരിച്ചിട്ടില്ല. അങ്ങനെ ഈന്തപ്പന പട്ടയിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ വഖദ് അസ്റ ഫീ ജംബിഹി, പ്രവാചകന്റെ ആ ശരീരത്തിൽ ആ ഈന്തപ്പന പട്ടയുടെ പാടുകൾ, അതിൽ കിടന്നതിന്റെ പാടുകൾ സഹാബികൾ കണ്ടു. ഖുൽന, സഹാബികൾ പറയാണ്, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ ഇത്തഖദ്നാ ലക വിതാഅൻ, ഞങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല ഒരു കിടക്കമെത്ത ഞങ്ങൾ നിങ്ങൾക്ക് തയ്യാറാക്കി തരട്ടെയോ? അങ്ങ് കിസ്റയുടെ, കൈസറിന്റെ വലിയ വലിയ രാജാക്കന്മാർ, അവർ വലിയ കൊട്ടാരങ്ങളിലും വലിയ വലിയ സുഖാഡംബരങ്ങളിലുമാണ് കഴിയുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു നല്ല ബെഡ് ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെഡിയാക്കി തരാം. പ്രവാചകൻ അതിന് കൊടുത്ത മറുപടി എന്താണ്? മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? മാ അനഫി ദുനിയ. എന്നിട്ട് പ്രവാചകൻ ഒരു ഉപമയിലൂടെ സഹാബത്തിന് കാര്യം പറഞ്ഞു കൊടുത്ത എങ്ങനെയാ? മാ അനഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ഷജറത്തിൻ സുമ്മ റാഹ വതർകഹ. ദീർഘമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു യാത്രക്കാരൻ, ആ യാത്രക്കിടയിൽ അയാൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ തണലിനായിരിക്കുന്നു. സുമ്മ റാഹ, എന്നിട്ട് അതിൽ വിശ്രമിക്കുന്നു. വതർകഹ, പിന്നീട് അതിനെ ഉപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഞാൻ എന്നാണ്. ദീർഘമായ യാത്രക്കിടയിലെ ഒരു ഇടത്താവളം മാത്രമാണ് എനിക്ക് ദുനിയാവ്. ഏതുപോലെ ദീർഘമായ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ മരച്ചുവട്ടിൽ എത്ര സമയമാണ് സ്പെൻഡ് ചെയ്യുക? അല്ലെ, നമ്മൾ പിന്നെ ദീർഘയാത്രകൾ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഫ്ലൈറ്റ് കാത്തു നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആധുനികമായ സൗകര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് സമയം അവിടെ നിൽക്കാറുണ്ട്. ഒരു ചെറിയ ടൈം വിശ്രമ കേന്ദ്രം മാത്രമാണ്. പ്രവാചകൻ അതിനോടാണ് ദുനിയാവിനെ ഉപമിച്ചത്. ഈ ഒരു ചെറിയ ടൈമാണ് ദുനിയാവ് എന്നത്. ഇനിയും ധാരാളം യാത്ര ചെയ്യാനുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ എന്ന സഹാബിയുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞെന്താണ്? കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ, ഓ ഇബ്നു ഉമർ, താങ്കൾ ഈ ദുനിയാവിൽ, ഈ ഭൗതിക ജീവിതത്തിൽ നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത്? കഅന്നക ഗരീബുൻ, ഗരീബ് എന്ന് പറഞ്ഞാൽ അപരിചിതനാണ്. ഒരു അപരിചിതനെ പോലെ നീ ദുനിയാവിൽ ജീവിക്കണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് നീ ജീവിക്കേണ്ടത്. എന്താണ് ഒരു അപരിചിതന്റെ പ്രത്യേകത? ഈ പ്രദേശം അറിയാത്ത ഒരു അപരിചിതനായ ഒരു വ്യക്തി ഈ നാട്ടിൽ വന്നിറങ്ങിയാൽ അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? തീർത്തും ഒരു അപരിചിത അവസ്ഥ. എവിടെ പോകണം, എന്തു ചെയ്യണം എന്ന അപരിചിതത്വം അയാൾക്കുണ്ടാകും. ഒരു വഴിയാത്രക്കാരനാണെങ്കിൽ എന്തായിരിക്കും? ഇതുപോലെ ദുനിയാവിൽ ജീവിക്കണം. ദുനിയാവ് എല്ലാ കാലവും ഇവിടെ കഴിഞ്ഞുകൂടാനുള്ളതല്ല. ഇതൊരു ചെറിയ ഇടത്താവളം മാത്രമാണ്. യഥാർത്ഥ ലോകം പരലോകമാണ്
എന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. അതേപോലെ പ്രവാചകൻ പറഞ്ഞു, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചില നിയമങ്ങളും വിധിവിലക്കുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ കാണാം, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അവന്റെ ജീവിതത്തിന് കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. അത് ലോകത്തിന്റെ സൃഷ്ടാവ് നിശ്ചയിച്ചു തന്നതാണ്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവന്റെ ജീവിതം. മുഅ്മിൻ ഈ ദുനിയാവിനെ ഒരു ജയിലായി അവൻ അതിനെ കാണും. വജന്നത്തുൽ കാഫിർ, കാഫിറിന് ഇതെന്താണ്? ജന്നത്താണ് ദുനിയാവ് എന്നാണ്. അവൻ എന്താണ്? പരിധികളില്ലാതെ അവൻ അനുഭവിക്കാം, അവൻ ആസ്വദിക്കുകയാണ്. പരിധികളില്ലാതെ ഹറാമുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ അവൻ പോവുകയാണ്. പക്ഷെ ദുനിയാവ് ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലാണ് അവൻ കാണുക എന്നാണ്. അതുകൊണ്ടാണ് മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ അവർ ദുനിയാവിനോടുള്ള വിരക്തിയിൽ ജീവിച്ചവരായിരുന്നു. ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതാകുക, അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ആ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല. മഹാനായ സുഫിയാനു സൗരി താബിഈ പണ്ഡിതനാണ് റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നത് ലൈസ സുഹ്ദു ബിലബ്സിൽ ഖലീൽ, പരുക്കൻ വസ്ത്രം ധരിക്കലല്ല സുഹുദ്, ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അത് വളരെ ചീപ്പായ ഭക്ഷണം കഴിക്കുക എന്നതല്ല ഈ സുഹുദ് എന്ന് പറഞ്ഞാൽ, ദുനിയാവിനോടുള്ള ഈ വിരക്തി എന്ന് പറഞ്ഞാൽ. മറിച്ച് അദ്ദേഹം പറയുന്നത് അവിടെ മോഹത്തെ നിയന്ത്രിക്കലാണ്. അതേപോലെ തന്നെ അതിനുവേണ്ടി ജീവിക്കലാണ്. പരലോകം മറന്ന് അവിടെ ദുനിയാവിന്റെ പിന്നാലെ ഓടാതിരിക്കുക എന്നതാണ് സുഹുദ് എന്ന് പറഞ്ഞാൽ, വിരക്തി എന്ന് പറഞ്ഞാൽ എന്നാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു ഉപമയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഒരു ചത്താടിനെ, ചെവി മുറിഞ്ഞ ഒരു ചത്താടിനെ പ്രവാചകൻ കണ്ടു. സഹാബത്തിലേക്ക് എടുത്തു കാണിച്ച് ചോദിച്ചു, ഇതാർക്കാണ് 1 ദിർഹമിന് വേണ്ടത്? സഹാബികളെല്ലാം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ ഇത് ഞങ്ങൾക്കാർക്കും വേണ്ട, കാരണം ഇത് ചത്തതല്ലേ, ചത്തതിന് എവിടെയാണ് മൂല്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? ഇതിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിസ്സാരമാണ്. നിങ്ങളെല്ലാം മറന്നോടുന്ന ദുനിയാവിന്റെ വില ഇതിനേക്കാളും നിസ്സാരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥ ജീവിതം നമുക്ക് പരലോകത്താണ്, ഇഹലോകത്തല്ല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം, ഇഹലോകത്ത് മരണവും പരലോകത്ത് ജീവിതവുമാണുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. അപ്പോൾ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ നമുക്ക് ബോധ്യപ്പെടും ഈ ദുനിയാവ് തുച്ഛമായിരുന്നു, നൈമിഷികമായിരുന്നു, അത് വളരെ കുറഞ്ഞതേ ഉള്ളൂ എന്ന് അപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക. മരണം മുന്നിൽ കാണുമ്പോൾ, പരലോകം മഹ്ശറിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നരകത്തിലൊന്ന് മുക്കിയെടുക്കുമ്പോൾ അവൻ ദുനിയാവിലെ വലിയ കോടീശ്വരനായി ജീവിച്ച എല്ലാ സുഖങ്ങളും അനുഭവിച്ച വ്യക്തി പോലും പറയാ അയാൾ ദുനിയാവിലെ സുഖങ്ങളൊക്കെ അയാൾ മറന്നുപോവുകയാണ്. കാരണം അത്രയേ ഉള്ളൂ, അത്രയും നിസ്സാരമാണ്. വയൗമ തഖൂമു സ്സാഅതു യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ, കുറ്റവാളികളായ ആളുകൾ അന്ത്യസമയത്തിൽ അവർ പറയും, മാ ലബിസു ഗൈറ സാഅ, ഇഹലോകത്തിൽ ഞങ്ങൾ ഒരു ചെറിയ സമയമല്ലാതെ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? അതിന്റെ ഭീകരത കാരണമാണ്. വളരെ കുറഞ്ഞ സമയം, ഒരു ദിവസം ഇല്ല, വളരെ കുറഞ്ഞ മണിക്കൂറുകളെ ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്നാണ്. അങ്ങനെ പറയാൻ കാരണം അതിന്റെ ഭീകരത, ദുനിയാവിലെ സുഖങ്ങളെല്ലാം അവരെ മറപ്പിച്ചു കളഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനായിരിക്കണം ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് ഉണ്ടാകേണ്ടത്. പലപ്പോഴും ആളുകൾ ഈ പെരുമ നടിക്കലും അതേപോലെ തന്നെ മാത്സര്യവും എവിടെയാണ് കടന്നു വരുന്നത്? ദുനിയാവിന്റെ കാര്യത്തിലാണ് പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ പോലെ വീട്, അവന്റെ പോലെ വാഹനം, അവൻ നടത്തിയതുപോലെ കല്യാണം, അവനെ പോലെ ഇല്ലാത്ത ആളുകളും അത് ഏത് കഷ്ടപ്പാടുള്ള ആളാണെങ്കിലും മാത്സര്യം ദുനിയാവിന്റെ കാര്യത്തിൽ നടക്കാണ്. പക്ഷെ പ്രവാചകൻ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അത് വലുതായി തോന്നാതിരിക്കാൻ ഒരു നല്ല കാര്യം റസൂല പറഞ്ഞു, ഒരു ചിന്ത പ്രവാചകൻ പറഞ്ഞു. എന്താ? ഉൽദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ ദുനിയാവിന്റെ കാര്യത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവരിലേക്ക് നിങ്ങൾ നോക്കല്ല, നിങ്ങൾ കുറഞ്ഞ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളിലേക്ക് നോക്കുക. വീട് കൃത്യമായി ഇല്ലാത്തവർ, ഭക്ഷണം കൃത്യമായി കഴിക്കാനില്ലാത്തവർ, അവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ വലുതായി തോന്നാൻ അത് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ദുനിയാവിനെ
അതിനെ ഏറ്റവും നിസ്സാരമായും നൈമിഷികമാണെന്നും നശ്വരമാണെന്നും മനസ്സിനെ ബോധ്യപ്പെടുത്തി യഥാർത്ഥ ജീവിതം അനശ്വരമായ എന്നും നിലനിൽക്കുന്ന ആ സുഖാഡംബരങ്ങൾക്കും ആ സ്വർഗത്തിനും ആ പരലോകത്തിനും വേണ്ടി ഈ ദുനിയാവിനെ മാറ്റിവെക്കാനും ജീവിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മനോഹരമായ ഒരു വാചകം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹം പറയാണ്, ഇർത്തഹലത്തി ദുനിയ മുദ്ബിറ, ഈ ദുനിയാവ് എന്നത് നമ്മിൽ നിന്ന് വിട ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വർത്തഹലത്തിൽ ആഖിറത്തു മുഖ്ബില, പരലോകം നമ്മിലേക്ക് അടുത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവ് നമ്മിൽ നിന്ന് വിട ചൊല്ലുകയും പരലോകം നമ്മളിലേക്ക് അടുത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലിക്കുല്ലി മിൻഹുമ ബനൂൻ, ഈ രണ്ടു കാര്യത്തിനും മക്കളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രയോഗമാണ്. ദുനിയാവിനും ആഖിറത്തിനും മക്കളുണ്ട്, ബനൂൻ മക്കളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ മക്കളാവുക, പരലോകത്തിന്റെ മക്കളായി നിങ്ങൾ ജീവിക്കുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവാതിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഫഇന്നൽ യൗമ അമലുൻ, ഇന്ന് നമുക്ക് കർമ്മം ചെയ്യാം. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. വഗദൻ, എന്നാൽ നാളെ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയാണ്, കർമ്മം ചെയ്യാൻ അവസരങ്ങളില്ല. വളരെ ചെറിയ വാചകങ്ങളിൽ വലിയ ആശയത്തെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വിചാരണയോ നന്മകൾ തൂക്കി നോക്കലോ ഒന്നുമില്ല. ഇവിടെ കർമ്മങ്ങൾക്കുള്ള അവസരമാണ്. എന്നാൽ നാളെ പരലോകമോ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളില്ല. ഇവിടെ ചെയ്തതിന്റെ പരിശോധനകളും തൂക്കി നോക്കലുകളും വിചാരണകളുമാണ് എന്ത് ചെയ്യാനുള്ളത്, പരലോകത്ത് നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ദുനിയാവിലേക്ക് ചാഞ്ഞു പോകുമ്പോൾ, പലപ്പോഴും നമ്മൾ ദുനിയാവിൻ്റെതായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആളുകൾ ദുനിയാവിന്റെ കാര്യങ്ങളിൽ അവരുടെ മനസ്സും ശ്രദ്ധയും ആ ദുനിയാവിലേക്കായി പോവാണ്. അവിടെ മഹാനായ ഷെയ്ഖ് ഹുസൈമീൻ, ഷെയ്ഖ് സ്വാലിഹി റഹ്മത്തുള്ളാഹി, അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരുന്ന ചില വാചകങ്ങളുണ്ട്. ഖാല അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ്, നിങ്ങൾ ഇങ്ങനെ ദുനിയാവിൽ നിന്ന് നിന്റെ ഹൃദയം അവിടെ അശ്രദ്ധമാവുകയും പരലോകത്തെ പറ്റി അശ്രദ്ധമാവുകയാണ്, മനസ്സ് ദുനിയാവിന്റെ കാര്യങ്ങളിൽ ലയിച്ചു പോകുമ്പോൾ അദ്ദേഹം പറയാണ്, നീ ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? നീ ഫഖ്റുജി ഇലൽ ഖുബൂർ, നീ ഖബറുകളുടെ അടുക്കലേക്ക് പോവുക, ഖബർസ്ഥാനുകളിലേക്ക് നീ ചെല്ലുക, ഖബറിടങ്ങളിലേക്ക് നീ പോയി നോക്കുക. എന്നിട്ട് വതഫക്കർ, നീ ചിന്തിക്കുക. എന്താണ് ചിന്തിക്കേണ്ടത്? ഫി ഹൗലായിൽ ഖൗമില്ലദീ കാനു, ഈ ആളുകളെ പറ്റി, ബിൽ അംസ്, അതായത് ഈ ഖബറുകളിൽ കിടക്കുന്ന ആളുകളെ പറ്റി നീ വെറുതെ അവിടെ നിന്നിങ്ങനെ ചിന്തിക്കുക. എന്താണ്? ഇന്നലകളിൽ ഭൂമിയുടെ ഉപരിയിൽ ഉണ്ടായിരുന്ന അവരെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവർ തിന്നുന്നവരും കുടിക്കുന്നവരും അതേപോലെ ആസ്വദിക്കുന്നവരും ഒക്കെ ആയിരുന്നു. അവർ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? അവർ ഇപ്പോൾ എവിടെ പോയി? അവരിപ്പോൾ തങ്ങളുടെ കർമ്മങ്ങളെ ആശ്രയിച്ചവരായി തീർന്നിരിക്കുന്നു. കർമ്മങ്ങളല്ലാതെ അവർക്ക് മറ്റെന്താണ് അവരുടെ ഖബറുകളിൽ അവരുടെ കൂട്ടിനുള്ളത്? അപ്പൊ ആ ചിന്ത മനുഷ്യനെ ദുനിയാവിന്റെ നൈമിഷികതയെ അവന് ബോധ്യപ്പെടുത്തി തരുമെന്നാണ്. നമ്മൾ ഖബർ സന്ദർശനങ്ങൾ നടത്തണം, സുന്നത്താണ്. ആ ഖബറിടങ്ങളിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ദുനിയാവിനോടുള്ള വിരക്തിയാണ്. ഈ ആളുകൾ കിടക്കുന്നത് പോലെ നൂറുകണക്കിന് ഖബറുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഖബറുകളിൽ കിടക്കുന്നത് പോലെ 6 അടി മണ്ണിൽ എന്നെയും കൊണ്ടുവച്ച് എന്റെ കർമ്മങ്ങൾ മാത്രം ബാക്കിയാകുന്ന ദുനിയാവിൽ ഞാൻ വെട്ടിപ്പിടിച്ചതും ഞാൻ സമ്പാദിച്ചു വെച്ചതും ഒന്നും ഉപകരിക്കാത്ത ഈ ഒരു 6 അടി മണ്ണിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ സുബ്ഹാനല്ലാഹയുടെ, അൽഹംദുലില്ലാഹയുടെ, അല്ലാഹു അക്ബറിന്റെ ദിക്റുകളുടെ, ദുആകളുടെ, ഇബാദത്തുകളുടെ ആസ്വാദനം മാത്രം നുകരുന്ന ഒരു ലോകമാണ് അവിടെയുള്ളത്. ഇവിടെ നമുക്ക് ചില തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവണമെന്നാണ് പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. ആ മരണത്തെ പറ്റിയുള്ള ചിന്ത നമുക്കുണ്ടാക്കും. ചെറുപ്പക്കാരനായ ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ കണ്ട ഒരു വ്യക്തിയാണ് അലി ബനാത്ത് എന്ന് പറയുന്ന
ഒരു 33-കാരനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 33-ാമത്തെ വയസ്സാണ്. അദ്ദേഹത്തിന് വലിയ സമ്പന്നരായിരുന്നു, ആർഭാട ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു, കോടീശ്വരനായിരുന്നു. അദ്ദേഹത്തിന് 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നത്. ഡോക്ടർമാർ അദ്ദേഹത്തിന് ആയുസ് പറയുന്നത് 7 മാസം മാത്രമാണ് നിങ്ങളിനി ജീവിക്കുക എന്നാണ്. അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയായ മനുഷ്യന്റെ മരണത്തിന്റെ ജനാസയിൽ പോലും അദ്ദേഹം പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ചില മാറ്റങ്ങളുടെ ടേണിംഗ് പോയിന്റുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം മാറുകയാണ്. ദീൻ ജീവിതത്തിൽ ഇല്ലാതിരുന്ന, ആർഭാട ജീവിതം നയിച്ച, ആ ആസ്വാദനങ്ങളുടെ വഴികളിലൂടെ പോയ ഒരു ചെറുപ്പക്കാരൻ പൂർണ്ണമായും യൂട്ടേൺ അടിച്ച് തിരിച്ചു നടക്കുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്ത് അലി ബനാത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് മാറ്റത്തിനു വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ഗിഫ്റ്റ് ആയിരുന്നു ഈ ക്യാൻസർ രോഗം എന്നാണ്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത ശൈലികൾ മുഴുവൻ മാറ്റിയെന്നാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള അദ്ദേഹത്തിന്റെ കാറ്, അദ്ദേഹത്തിന്റെ ഷൂ, അദ്ദേഹത്തിന്റെ വാച്ച്, അദ്ദേഹം ധരിക്കുന്ന ഓരോന്നും അദ്ദേഹം ഇന്റർവ്യൂവിൽ ഇങ്ങനെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് മരണപ്പെടുമ്പോൾ കൊണ്ടുപോകാനില്ല, എന്റെ ആഗ്രഹങ്ങളെല്ലാം മരണത്തോടെ തീരും എന്ന് ചിന്തിച്ച് അദ്ദേഹം ആഫ്രിക്കയിലെ പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്ത് ഉപയോഗിച്ച് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു. അവിടെ ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു, അവിടെ പട്ടിണി കിടക്കുന്ന ആളുകൾ, അവിടെ തീർത്തും പാവങ്ങളായ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ അദ്ദേഹം ഒരുക്കി കൊടുത്തു. വിധവകളെ ചേർത്തു നിൽക്കുന്ന വലിയ പ്രൊജക്ടുകൾ അദ്ദേഹം തുടങ്ങി. അങ്ങനെ 7 മാസം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതം 3 വർഷങ്ങൾ കൂടി അദ്ദേഹം ജീവിക്കുകയാണ്. വളരെ 3 വർഷം, അദ്ദേഹത്തിന്റെ ഈ 3 വർഷവും 7 മാസവും മനോഹരമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്തു വെച്ച് ലോകത്തുനിന്ന് വിട പറഞ്ഞു. എങ്ങനെയാണ് ഒരു രോഗം അദ്ദേഹത്തെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ദുനിയാവിന്റെ നൈമിഷികതയും പരലോകമാണ് എന്നും നിലനിൽക്കുന്നത്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, എന്നും നിലനിൽക്കുന്നത് പരലോകമാണെന്ന ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ പരലോകത്തിനായി ഉപയോഗിക്കാൻ കഴിയണം. ഒരിക്കലും ദുനിയാവ് വേണ്ട എന്നല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പോലും ദുനിയാവുണ്ട്. സൂറത്തുൽ ബഖറയിൽ ഒരു പ്രാർത്ഥനയാണ്, 2 രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഫമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അല്ലാഹു ഞങ്ങൾക്ക് ഇഹലോകത്തെ അനുഗ്രഹങ്ങൾ തരൂ എന്ന് പറയുന്ന ആളുകൾ, അത് മാത്രം ചോദിക്കുന്ന ആളുകൾ. ഖുർആൻ പറയാണ് വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്ത് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ വമിൻഹും, ജനങ്ങളിൽ മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ യഖൂൽ, അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് തരണേ, ആഖിറത്തിൽ ഹസനത്ത് തരണേ, വഖിനാ അദാബന്നാർ, ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുവേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലോകം നമുക്കറിയാം, ഒരുപാട് തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. പിശാച് നൈമിഷികമായ അലങ്കാരങ്ങളിൽ കൊണ്ടിടും, നമ്മളെ കെട്ടിയിടും. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇഹലോകത്തെ ദുനിയാവുമായി അതിനെ ഉപമിച്ചാൽ, കടലിൽ വിരൽ മുക്കിയാൽ കയ്യിലാവുന്ന വെള്ളത്തിന്റെ അളവ് മാത്രമേ ഉള്ളൂ എന്നാണ്. കയ്യിൽ നമ്മളൊരു വിരൽ സമുദ്രത്തിൽ മുക്കിയാൽ അതിന്റെ വിരൽ തുമ്പിൽ എത്രയാണ് വെള്ളം ഉണ്ടാവുക, ആ പറ്റിപ്പിടിക്കുന്ന വെള്ളം. ഇത് ദുനിയാവിനോട് ഉപമിച്ചാൽ ആ പാരാവാരം പോലെ പരന്നുകിടക്കുന്ന ആ സമുദ്രം പരലോകത്തോടാണ് പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നശ്വരമായ ഇഹലോകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അനശ്വരമായ പരലോകത്ത് വിജയം വരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുകയും ചെയ്യണം. ഇവിടെ എന്തൊക്കെയാണ് ഹലാൽ, എന്തൊക്കെയാണ് ഹറാം, ആരാണ് പഠിപ്പിക്കേണ്ടത്? ഏതെങ്കിലും മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളല്ല. മനുഷ്യനെ അറിയുന്ന, മനുഷ്യന്റെ മനസ്സറിയുന്ന, മനുഷ്യനെ പടച്ച മനുഷ്യന്റെ റബ്ബ് എന്താണ് ഹറാം, എന്താണ് ഹലാൽ, ഖുർആനിലൂടെ, ഹദീസിലൂടെ, വഹിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനൊരിക്കലും നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റൂല. പുതിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ എന്തൊക്കെയാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാലത്തിനനുസരിച്ച് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ വലിയ പ്രശ്നമല്ലല്ലോ, ഇപ്പോ അതൊക്കെ അല്ലേ ട്രെൻഡ് എന്നാണ് ആളുകൾ പറയുന്നത്. അതൊക്കെ വളരെ നിസ്സാരമായ ചെറിയ കാര്യമല്ലേ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എല്ലാവരും കളിയാക്കുമെന്നാണ് പറയുന്നത്. അവൻ കണ്ടാൽ എന്താണ് വിചാരിക്കുക, ഇപ്പൊ അതൊന്നും ഒരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ വളരെ 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 ലാഘവത്തോടുകൂടെ പ്രവാചകൻ പഠിപ്പിച്ച വലിയ തിന്മകളെ പോലും ആളുകൾ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ റൂഹ് പോകുന്നതോടെ ഇതെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട്.
എല്ലായിടത്തും അന്യ സ്ത്രീ പുരുഷന്മാർ നമ്മൾ ഇടപഴകുന്നിടത്ത് പോലും ഇസ്ലാം അവിടെ കൃത്യമായ മതം നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ അന്യ സ്ത്രീയെ സ്പർശിക്കാൻ പറ്റുമോ? ഇല്ല. റസൂലുള്ള വളരെ ശക്തമായ താക്കീതിൽ പഠിപ്പിച്ചു. ഒരാണി തലയിലേക്ക് അടിച്ചു കയറ്റിയാൽ അതെത്ര ഭീകരമാണ്. ഒരു തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ സ്പർശിക്കുന്നത് തന്റെ തലയിൽ ആണി അടിച്ചു കയറ്റുന്നതാണ് അതിനേക്കാൾ അയാൾക്ക് നല്ലത്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതിനേക്കാളും ഗൗരവമാണ് ഒരു ആണിനെ ഒരു കൈ കൊടുക്കാൻ പറ്റൂല, മുസാഫഹത്ത് ചെയ്യാൻ കഴിയില്ല, ഒരു അന്യ സ്ത്രീയുമായി അവിടെ തനിച്ചാകാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം കൃത്യമായി ഹറാമുകളും ഹലാലുകളും കൃത്യമായി പഠിപ്പിച്ചു. അതെല്ലാം മനുഷ്യന്റെ ബുദ്ധിയും ശരീരവും മനസ്സും കുടുംബവും സമ്പത്തും ഇതിന്റെ എല്ലാം പ്രൊട്ടക്ഷൻ കൂടി ഈ തിന്മകൾ ഹറാമുകൾ പഠിപ്പിക്കുമ്പോൾ അതിലുണ്ട്. അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. വടിവിട്ട അവിഹിതങ്ങളിലേക്ക് പോയാൽ കുടുംബ ബന്ധങ്ങൾ തകരും. അതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലൂടെ ഉണ്ടാകും. അതേപോലെ തന്നെ പലിശ, ഏതു കാര്യം ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും മനുഷ്യന്റെ സംരക്ഷണമാണ് ആത്യന്തികമായും ഇസ്ലാം അതിലൂടെ പഠിപ്പിക്കുന്നത്. സംഗീതം, അത്തരം ആർഭാടങ്ങൾ, ഹറാമുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും യഥാർത്ഥ ദീനിന്റെ വഴിയിൽ നമുക്ക് സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ആസ്വാദനവും ഒരു എൻജോയ്മെന്റും ഉണ്ട്. അത് ദീനിൽ നിന്ന് കിട്ടുന്നതാണ്. അള്ളാഹുവിന്റെ ദീൻ അനുസരിക്കുമ്പോൾ ഹൃദയങ്ങൾക്ക് ഒരു ശാന്തിയും സമാധാനവും അതിലൂടെ കൈവരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ നൈമിഷികത തിരിച്ചറിഞ്ഞ് പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വിജ്ഞാന സദസ്സുകൾ അതിൻ്റെതായ പ്രാധാന്യത്തിൽ നമ്മൾ എടുക്കുകയും കുടുംബസമേതം അത്തരം അവസരങ്ങളെ തേടിപ്പിടിച്ച് അത് അറിയുമ്പോൾ അവിടെ എത്താനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഡിസംബർ 7 മറ്റന്നാൾ ഞായറാഴ്ച വൈകുന്നേരം അസറിന് ശേഷം പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു വിജ്ഞാന വേദി ഉണ്ടായിരിക്കുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള പാത എന്നതാണ് വിഷയം. നമ്മൾ കുടുംബസമേതം ആ പ്രോഗ്രാമിലേക്ക് അസറിനു തന്നെ ബാനൂരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു ഇനി അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نسالك الجنه. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.